എന്താ മോളെ? എനിക്ക് മനുവിന്റെ ഫ്രണ്ട്സിനെ കൂട്ടി സ്റ്റേഷൻ വരെ ഒന്ന് പോണം. ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ആന്റിയോട് ഒരു കാര്യം പറയണമെന്ന് തോന്നി. ആന്റി, ജീവൻ ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. ഇപ്പോഴും മുകളിലിരുന്ന് നിത്യാന്ന് പെറുപിറുത്തോണ്ടിരിക്കുക. നിത്യ ഇവിടെ നിർത്തുന്നത് അപകടോ. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞയച്ചില്ലെങ്കിൽ വേറൊരു ദുരന്തം കൂടി ഉണ്ടാവുന്ന എന്റെ മനസ്സ് പറയുന്ന ആന്റി. ശരിയാ മോളെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളാം. ആന്റി, സത്യം പറഞ്ഞ എന്റെ ഉള്ളിൽ കിടുകിട വിറയ്ക്കുക. നമ്മുടെ കൺമുന്നിൽ നടന്നതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ആന്റിക്ക് മോളുടെ കൂടെ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കറിയാം ആന്റി. തൽക്കാലം നിങ്ങളൊക്കെ സേഫ് ആയിട്ട് ഇരിക്കാൻ നോക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിത്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഒരവസരം കിട്ടിയ ജീവൻ നമ്മളെ കൊല്ലും. രണ്ടുപേര് തെറ്റിയതു. അതിലൊരുത്തന് ശിക്ഷ കിട്ടി. ഇനി അവൾക്കുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. നിത്യ, ഹലോ ഡോക്ടർ, ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ ഇവിടെ ഞങ്ങളുടെ കൺമുമ്പിൽ നടക്കുന്നത്.
ഇനി എന്റെ മോനെ തുറന്നു വിടാൻ എനിക്ക് ധൈര്യമില്ല ഡോക്ടർ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നോക്കൂ, ഇപ്പൊ അയാളുടെ ടാർഗറ്റ് നിത്യ എന്ന കുട്ടിയാ. ഒരു കാരണവശാലും അയാൾക്ക് ആ കുട്ടിയുടെ അടുത്തെത്താനുള്ള അവസരം ഉണ്ടാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ആ കുട്ടിയുടെ മരണം കൂടി നിങ്ങൾ കാണേണ്ടി വരും. ഡോക്ടർ പ്ലീസ്. ജീവന് സ്വന്തം മനസ്സിന്റെ മേലുള്ള പിടി മുഴുവൻ വിട്ടുകഴിഞ്ഞിരിക്കുന്നു. ഇനി അയാളെ അനുസരിപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. ആദ്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യൂ. നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത്, ഉറപ്പുള്ളൊരു സ്ഥലത്ത് വേണം ആ കുട്ടിയെ നിർത്താൻ. ശരി ഡോക്ടർ. പിന്നെ നിങ്ങളുടെ മകന്റെ കാര്യം, ഇനിയും നിങ്ങൾ ചികിത്സ താമസിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് ഒരിക്കലും അയാളെ മടക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോ എത്ര ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അയാളെ ചികിത്സയ്ക്ക് വിധേയനാക്കിയേ പറ്റൂ. ഡോക്ടർ പറഞ്ഞോളൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊരു വണ്ടി അയക്കാം. കൈകാര്യം ചെയ്യാൻ അറ്റൻഡർമാരും ഉണ്ടാവും. ബാക്കിയെല്ലാം അവര് നോക്കിക്കോളും. ശരി ഡോക്ടർ, ഞാൻ പെട്ടെന്ന് മോളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കട്ടെ. ശരിയെന്നാ, നിങ്ങൾ അതിനുശേഷം എന്നെ ഒന്ന് വിളിക്കൂ.